കേരളം നിർമ്മിക്കപ്പെടുന്നൊരു പ്രക്രിയ. കേരളം 56-ൽ ഉണ്ടായൊരു പ്രക്രിയ അല്ല. നമ്മൾ പറയുമല്ലോ, ഇന്ത്യയിലെ ഭരണഘടനയെക്കുറിച്ച് പറയുമല്ലോ, നമ്മൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മൾ ഉണ്ടാക്കി എന്നല്ല പറഞ്ഞത്, നമ്മളിതാ ചമക്കാൻ പോകുന്നു, ഉണ്ടാക്കാൻ പോകുന്നു. എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത്? ഭരണഘടനയിലെ ആ ആർട്ടിക്കിൾസ് കൊണ്ടാണോ? അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന നിയമങ്ങൾ കൊണ്ട് മാത്രമാണോ? അല്ല. അത് അടിപ്പടമായി നിർത്തിക്കൊണ്ട് അതിന് പറ്റിയ മട്ടിലുള്ളൊരു സാമൂഹ്യ മണ്ഡലത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ്, അതിന് പറ്റിയ ഒരു സമുദായത്തെ സൃഷ്ടിച്ചുകൊണ്ടാണ്. ആ സമുദായ നിർമ്മിതി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭാഷാപരമായ ഒരു സമുദായ നിർമ്മിതിയാണ്. അതെല്ലാം ചേരുന്നതാണ് ഈ മഹത്തായ ഇന്ത്യ, അതെല്ലാം ചേരുന്നതാണ് ഈ വലിയ ലോകം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ എല്ലാവർക്കും പുറത്തേക്ക് പോകാനാണ് താല്പര്യം, അല്ലേ? ഇൻ്റർനാഷണൽ സ്കൂളിലാണ് നിങ്ങളെല്ലാം പഠിച്ചത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, തമാശക്ക് പറയാം. എൻ്റെ മക്കൾ രണ്ടുപേരും പഠിച്ച ഇൻ്റർനാഷണൽ സ്കൂളാണ്. അതിൻ്റെ പേര് ഞാൻ പറയാം, കോട്ടപ്പറമ്പ് മാപ്പിള LP സ്കൂൾ എന്നാണ് അതിൻ്റെ പേര്. മലയാള മാധ്യമ വിദ്യാലയമാണ്. എൻ്റെ അടുത്ത വീട്ടിലൊരു മാപ്പിള സ്കൂളാണ്, മലയാളത്തിലാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ഇൻ്റർനാഷണൽ എന്ന് പറയാൻ കാരണം, ആ നാട്ടിലെ എല്ലാ പരൽമീനുകളെയും പരിചയമുള്ള അധ്യാപകരാണ് പഠിപ്പിക്കുന്നത്. അവിടെ ഇരിക്കുന്ന ഓരോ പുല്ലിനെയും പുഴുവിനെയും പരിചയമുള്ള അധ്യാപകരാണ് പഠിപ്പിക്കുന്നത്. അതിനെ സ്നേഹിക്കാൻ അറിയാൻ, പേരിട്ട് വിളിക്കാൻ അറിയാം എൻ്റെ മക്കൾക്ക്. ഇൻ്റർനാഷണൽ സ്കൂളിൽ ഒരാൾക്ക് സ്വന്തം നാട്ടിൽ ഒന്നിൻ്റെയും പേരിട്ട് വിളിക്കാൻ കഴിയില്ല. അവർ പോകുന്ന ഇംഗ്ലണ്ടിൻ്റെയോ അമേരിക്കയുടെയോ പേരിട്ട് വിളിക്കാൻ കഴിയില്ല. അവർ ശൂന്യാകാശ വിദ്യാലയങ്ങളാണ് പറയേണ്ടത്. കാരണം അവിടുത്തെ വിദ്യാലയങ്ങളാണ്, ശരിയാണ്. അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ വെൽഷ് ഭാഷയിൽ, ഗ്രേറ്റ് ബ്രിട്ടനിൽ വെൽഷ് ഭാഷ, അത് ഗ്രേറ്റ് ബ്രിട്ടനായിരിക്കെ ഇംഗ്ലീഷ് കൊണ്ട് രാജ്യം ഭരിച്ച ലോകം മുഴുവൻ കീഴടക്കിയാണെങ്കിലും അവരവരുടെ മാതൃഭാഷ വിടുന്നില്ല. വെൽഷ് ഭാഷയിൽ അവിടുത്തെ വെയിൽസിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. നമ്മളിവിടെ അവർ പഠിക്കാത്ത ഇംഗ്ലീഷിലാണ്, മാധ്യമമാണ് പറയുന്നത്. ഇംഗ്ലീഷ് പഠിക്കണം തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ അന്തർദേശീയരാകുന്നത്. അതുകൊണ്ട് ആഴത്തിൽ വേരോടുന്ന വൃക്ഷങ്ങൾ മാത്രമേ ആകാശം മുട്ട വളരുകയുള്ളൂ. ഇവിടെ ജീവിക്കുന്ന മനുഷ്യരെ അന്തർദേശീയ മനുഷ്യർ. അപ്പുറത്തിരിക്കുന്ന മധുസൂദനൻ നായർ പാടുന്ന കവിതകളാണ് അന്തർദേശീയ കവിതകൾ. കാരണം ഇവിടെ നിന്ന് ഇംഗ്ലീഷിൽ നിങ്ങളൊരു കവിത രചിച്ചാൽ, ഞാനത് കുറ്റം പറയല്ല, നിങ്ങൾക്ക് ഇംഗ്ലണ്ടിൽ എഴുതിയ ഒരാളുടെ കവിതയോടൊപ്പം എത്താൻ സാധിക്കില്ല. എന്താ കാരണം? അതിൻ്റെ വൈജ്ഞാനികമായ, അതിൻ്റെ അനുഭൂതിപരമായ, അതിൻ്റെ വാക്കുണ്ടാക്കിയെടുത്ത അർത്ഥതലങ്ങൾ എന്താണ് എന്ന്, ഭാവതലങ്ങൾ എന്താണ് എന്ന്, സംസ്കാരതലങ്ങൾ എന്താണെന്ന് നമുക്ക് പരിചയമില്ല. ഇവിടെ ഇരുളിൻ മഹാനിദ്രയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ അനുഭവം മുഴുവൻ, അത് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് അന്തർദേശീയരാകുക ഇവിടെ ഇരുന്നോടെ, നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്നാണ് നിങ്ങൾ അന്തർദേശീയരാകുന്നത്. അതിൻ്റെ തൻ്റെ ഇടങ്ങൾ സൃഷ്ടിക്കുന്ന ഇടമാണ് വിദ്യാർത്ഥി മലയാള വേദി.